നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ചയാണ് ഇന്ന്, എങ്കിലും നിരവധി വാർത്തകൾ ഉണ്ടായേക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഒപ്പം നിപ്പയിലും ജാഗ്രത തുടരുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ചർച്ച ചെയ്യും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയേക്കും. പാലക്കാടും മലപ്പുറത്തും നിപ ജാഗ്രത. നിപ ബാധിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ധുവായ 10 വയസ്സുകാരനും രോഗലക്ഷണം. ലഹരി മാഫിയയ്ക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കാപ്പ നിയമം ശക്തമാക്കും. സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കർശനമാക്കുമെന്നും DGP അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി ഭൂമി നൽകിയവർക്ക് ഇതുവരെ നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. ഭൂമി വിൽക്കാനോ പണയം വയ്ക്കാനോ കഴിയാതെ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ. നഷ്ടപരിഹാര തുക ഉടൻ നൽകുകയോ പട്ടയം തിരികെ ലഭിക്കുകയോ വേണമെന്ന ആവശ്യം. അമൃത ന്യൂസ് സ്പെഷ്യൽ. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 43ആയി. മരിച്ചവരിൽ 15 കുട്ടികളും. സമർ ക്യാമ്പിൽ പങ്കെടുത്ത 27 കുട്ടികൾക്കായി തെരച്ചിൽ തുടരുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചലിൽ ഇതുവരെ മരിച്ചത് 72 പേർ. അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. പുതിയ പാർട്ടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനെന്നും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും മസ്ക്. ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കേരള സർവകലാശാലയിൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ആണ് യോഗം വിളിച്ചത്. ആതിര രാധാകൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ആതിര, ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി സിൻഡിക്കേറ്റ് യോഗം പുനഃപരിശോധിക്കാൻ തന്നെയല്ലേ സാധ്യത? കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ചർച്ച ചെയ്യാനാണ് ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. രാവിലെ ഏകദേശം 11 മണിയോടുകൂടിയാണ് യോഗം ചേരുക. താൽക്കാലിക VCയായ സിസ തോമസിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇടത് കോൺഗ്രസ് അംഗങ്ങൾ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ഉത്തരവ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ചട്ടപ്രകാരമല്ല എന്ന് സിൻഡിക്കേറ്റ് നേരത്തെ അറിയിച്ചിരുന്നു. അതിന്റെ അംഗീകാരത്തിനായി നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കാനാണ് നിലവിലെ സാധ്യത. സസ്പെൻഷൻ ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത് ഉള്ള രജിസ്ട്രാറുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. ഹൈക്കോടതി പക്ഷേ കഴിഞ്ഞ ദിവസം ഈ രജിസ്ട്രാറുടെ ഈ ഹർജി ഹൈക്കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. താൽക്കാലികമായി ഇത്തരത്തിൽ സ്റ്റേ ചെയ്യുന്ന നടപടി ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല. ഹൈക്കോടതി തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. കാരണം ചട്ടപ്രകാരമല്ല, സിൻഡിക്കേറ്റ് യോഗം ചേരാതെയാണ് ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായതെങ്കിൽ അതിനുശേഷം സസ്പെൻഡ് ചെയ്തതിനു ശേഷം സിൻഡിക്കേറ്റിന്റെ അംഗീകാരം തേടിയാൽ പോരെ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് തിങ്കളാഴ്ചയിലേക്ക് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു. അതുപോലെ തന്നെ ഹൈക്കോടതി ഇത്തരത്തിൽ ഈ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള നടപടിയെ ഹൈക്കോടതി ആ ഹർജി വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. പോലീസും സർവകലാശാലയും ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ഈ സാഹചര്യത്തിലാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം താൽക്കാലിക VCയായിട്ടുള്ള സിസ തോമസിന് സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ ഇടത് കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ചിട്ടുള്ള സിസ തോമസിൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ ഇടത് കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് നിലവിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അടിയന്തര യോഗം വിളിച്ചത്. ഏതായാലും ഈ യോഗത്തിൽ VCയുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ
സ്റ്റേ ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇന്ന് 11 മണിക്കായിരിക്കും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗം ചേരുക. യെസ്, കേരള സർവകലാശാലയിൽ നിന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരും. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഒരു നടപടി റദ്ദാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പാലക്കാടും മലപ്പുറത്തും നിപ്പ ജാഗ്രത തുടരുകയാണ്. നിപ്പ ബാധിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ യുവതിയെ മാറ്റിയിരിക്കുകയാണ്. ഒപ്പം അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പും. കോഴിക്കോട് നിന്ന് രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, നിപ്പയിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത തുടരുകയാണ്. മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളൊക്കെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? ഒപ്പം ഈ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ തുടരും? മായ, സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 425 പേർ ഉള്ളതായിട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് സ്വദേശിനിയുണ്ട്, നാട്ടുകൽ സ്വദേശിനിയാണ്. ഇവരുടെ നില ഇന്നലെ ഗുരുതരമായതിനെ തുടർന്നാണ് പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് ഇവരെ മാറ്റിയിട്ടുള്ളത്. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേർ ചികിത്സയിലുണ്ട്, 5 പേർ ICU ചികിത്സയിലാണ്. ഒപ്പം തന്നെ പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോടേക്ക് മാറ്റിയിട്ടുള്ളത്. പാലക്കാട് 61 ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് 87 പേർ ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പ്രദേശത്ത് ഏതായാലും പനി സർവൈലൻസ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെയുള്ളവരെ അല്ലെങ്കിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. സാമ്പിളുകൾ മാത്രമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കുന്നത്. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർക്കുള്ള നിർദ്ദേശങ്ങളും ഒപ്പം സന്നദ്ധ പ്രവർത്തകർക്കുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി നൽകുന്നുണ്ട്. ശരി, പാലക്കാടും കോഴിക്കോടും നിപ്പയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. രാകേഷാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായതിനു പിന്നാലെ US-ൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. അമേരിക്ക പാർട്ടി എന്നാണ് രാഷ്ട്രീയ പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടി എന്ന് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു. പ്രസിഡന്റ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പാസ്സായതിനു പിന്നാലെയാണ് ഇലോൺ മസ്ക് US രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ ബിൽ സെനറ്റിൽ പാസ്സാക്കിയാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്ക് പകരമായി താൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം തൊടിയിക്കില്ലെന്നും മസ്ക് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 43ആയി. മരിച്ചവരിൽ 15 കുട്ടികളുമുണ്ട്. 27 കുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് കെയർ കൗണ്ടി ഭരണകൂടം വെളിപ്പെടുത്തി. 850 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സസിലെ കനത്ത മഴയിൽ ഗ്വാഡലുപ്പ നദിയിലെ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടെയാണ് പ്രളയമുണ്ടായത്. 14 ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ വൻ സന്നാഹത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്നുണ്ടെന്നും ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് നാശനഷ്ടം കുറയ്ക്കാൻ ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും വ്യക്തമാക്കി. വടക്കേ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ 2 ആഴ്ചയ്ക്കിടെ 72 പേരാണ് മരിച്ചത്. 37 പേരെ കാണാതാവുകയും ചെയ്തു. ഹിമാചലിൽ മാത്രം 700 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്ക്. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 9 പേർക്കായി തിരച്ചിൽ ഇന്നും തുടരും. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി സ്വന്തം ഭൂമി വിട്ടുകൊടുത്തവർ നഷ്ടപരിഹാരത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ചികിത്സയ്ക്കോ മക്കളുടെ പഠനത്തിനോ വിവാഹ ആവശ്യങ്ങൾക്കോ സ്വന്തം ഭൂമി വിൽക്കാനോ പണയം വെച്ച് വായ്പ എടുക്കാനോ പോലും കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാര തുക കിട്ടുകയോ അല്ലെങ്കിൽ പട്ടയം തിരികെ നൽകുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ് സ്പെഷ്യൽ. സംസാരിക്കാൻ വയ്യെങ്കിലും സംസാരിക്കണം. ഭരണാധികാരികൾ അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങൂല. ഇപ്പൊ ചെയ്യും നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട. നിങ്ങൾ ഒന്ന് സത്യാഗ്രഹം കിടക്കും.
24 വില്ലേജുകളിൽ കൂടിയാണ് ഔട്ടർ റിംഗ് റോഡ് കടന്നു പോകുന്നത്. 62.70 കിലോമീറ്റർ ദൂരം വരുന്ന റിംഗ് റോഡിനായി 291.8 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. പള്ളിച്ചൽ പഞ്ചായത്തിൽ മാത്രം 100-ൽ കൂടുതൽ വീടുകളാണ് റിംഗ് റോഡിനായി സർക്കാർ ഏറ്റെടുത്തത്. എന്നാൽ 2023 രേഖകൾ കൈമാറിയവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഭൂമിയുടെ രേഖകൾ സർക്കാർ വാങ്ങിയതോടെ 2 വർഷത്തിലധികമായി സ്വന്തം മണ്ണിൽ ഉടമസ്ഥാവകാശമില്ലാതെ ജീവിക്കുകയാണിവർ. മക്കളുടെ പഠനത്തിനോ വിവാഹ ആവശ്യങ്ങൾക്കോ ചികിത്സയ്ക്കോ ഈ ഭൂമി പണയപ്പെടുത്തി വായ്പയെടുക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. വായ്പയെടുത്തവരാകട്ടെ കടം കയറിയ അവസ്ഥയിലും. 2023 ജൂലൈ 15-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രമാണമല്ല അവർ കൈപ്പറ്റിയ രസീതും തന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി 30-നാകാൻ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞ് വീടിൻ്റെയും വസ്തുവിൻ്റെയും പൈസ എല്ലാവർക്കും തീർത്ത് തരുമെന്ന് കളക്ടർ അനു മാഡം നമുക്ക് പറഞ്ഞതായിരുന്നു. അതും പ്രകാരം നമ്മൾ 2-3 പ്രാവശ്യം കളക്ടറേറ്റിൽ പോയി മാഡത്തെ കണ്ട് സംസാരിച്ചു. ഇപ്പം ചെയ്യും നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, ഉടനെ കിട്ടുമെന്നല്ല മാഡം ഞങ്ങളോട് പറഞ്ഞു. ജൂലൈ 31-നുള്ളിൽ നഷ്ടപരിഹാര തുക നൽകുകയോ പട്ടയം തിരികെ നൽകുകയോ ചെയ്തില്ലെങ്കിൽ നിരാഹാര സമരമിരിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇപ്പോൾ ഇവിടുത്തെ ഏത് മന്ത്രിയെ ചെന്ന് കണ്ടാലും ഏത് സെക്രട്ടറിയെ കണ്ടാലും ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ കണ്ടാലും ആരെ കണ്ടാലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ആരും തരുന്നില്ല. നമ്പർ 1 ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഒരു അപ്രൂവലാകാത്ത പ്രൊജക്റ്റിന് ഇവരെന്തിന് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു? ഇവരുടെ അടുത്ത് പണമില്ലെങ്കിൽ ഇവരെന്തിന് ഈ പ്രൊജക്റ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു? ഈ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മുടെ ഗവൺമെൻറ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് സാധിക്കില്ല. ഈ വഞ്ചനാശീലം അവർ നിർത്തണം. ഈ ജൂലൈ 31-നകം ഇതിൻ്റെ തീരുമാനമായില്ല എങ്കിൽ ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. സാധാരണ സായാഹ്നങ്ങൾ ആളുകൾ ഒത്തുകൂടാറുള്ളത് സൊറ പറയാനും അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ്. എന്നാൽ ഇവിടെയുള്ളവരുടെ അവസ്ഥ അതല്ല. ഓരോരുത്തരുടെയും മനസ്സിൽ ആധിയാണ്. ഇനിയുള്ള ജീവിതം എന്താകുമെന്ന ആശങ്കയും. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഴ കനത്തതോടെ തൃശൂർ നഗരത്തിലെ റോഡുകൾ മരണക്കെണികളായി മാറിയിരിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ യാത്ര ദുഷ്കരമാക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനും ശമനമില്ല. അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. തൃശൂർ MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ യാത്രികൻ വിഷ്ണുദത്ത് ബസ് കയറി മരിച്ചതാണ് ഈ നരകപാതകളിൽ ജീവൻ പൊലിഞ്ഞ അവസാനത്തെ സംഭവം. കനത്ത മഴയിൽ തൃശൂർ KSRTC റോഡ്, പടിഞ്ഞാറേക്കോട്ട, വടക്കേ സ്റ്റാൻഡ്, പുഴയ്ക്കൽ, അയ്യന്തോൾ, സ്വരാജ് റൗണ്ട്, MG റോഡ് തുടങ്ങി നഗരത്തിലെ മിക്ക റോഡുകളിലും ചതിക്കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. പോക്കറ്റ് റോഡെന്നോ പ്രധാന റോഡെന്നോ വ്യത്യാസമില്ലാതെ റോഡുകൾ ചളിക്കുളമായി മാറി. കനത്ത മഴയിൽ കുഴികൾ കാണാത്തതിനാൽ വാഹനയാത്രികർ ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും വാഹനവുമായി നിരത്തുകളിലെത്തുന്നത്. നമ്മൾ പോണ വഴിക്ക് എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഒന്നാമത് പാസഞ്ചേഴ്സിനും ബുദ്ധിമുട്ട്. നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കിട്ടുന്നത് മീറ്റർ ചാർജിനുള്ള കാശാണ്. അത് കൂടുതലും വർഷാപ്പിൽ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയാണ്. കാരണം വെള്ളം നിറയുമ്പോൾ ഈ കുഴികളൊന്നും നമ്മൾ കാണുന്നില്ല. അപകടങ്ങൾ കൂടുതലൊന്നല്ലാണ്ട് ഇത് വേറൊരു ഇതായിട്ട് നമുക്കൊരു പരിഹാരം ശരിക്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. തൃശൂർ പുഴയ്ക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വഴിതിരിച്ചുവിടുന്ന അയ്യന്തോൾ ഉദയനഗർ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ സ്കൂളുകൾക്ക് മുന്നിൽ വെട്ടിപ്പൊളിച്ച റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം നഗരത്തിൽ ഗതാഗത കുരുക്കുന്ന ഊരാക്കുരുക്കും രൂക്ഷമാണ്. കുറഞ്ഞപക്ഷം കുഴിയടയ്ക്കാനുള്ള മനസാക്ഷിയെങ്കിലും അധികൃതർ കാണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ലഹരി മാഫിയയ്ക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഗുണ്ടാ ആക്രമണങ്ങൾക്കുമെതിരെ കാപ്പ നിയമം ഉൾപ്പെടെ ശക്തമാക്കും. സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും കർക്കശമാക്കും. ലഹരി കേസുകൾ അന്വേഷിക്കുന്ന വിവിധ ഏജൻസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ വന്നാൽ നടപടികൾ കൂടുതൽ ഫലപ്രദമാകുമെന്നും DGP ചൂണ്ടിക്കാട്ടി. അമൃത TVയുടെ വാക്കുമറുവാക്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ നിരന്തരം വിമർശനം നേരിടുമ്പോഴാണ് പദവി ഏറ്റെടുത്ത ശേഷം സേനയിൽ നടത്താൻ പോകുന്ന പരിഷ്കാരങ്ങളും പ്രഥമ പരിഗണന നൽകുന്ന വിഷയങ്ങളും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടുന്നത്. ലഹരി മാഫിയയും സൈബർ കുറ്റകൃത്യങ്ങളും തടയുക വലിയൊരു വെല്ലുവിളിയായി നിൽക്കെ ഇത് തന്നെയാണ് തന്റെ മുൻഗണനാ വിഷയമെന്ന് റവാഡ ചന്ദ്രശേഖർ പറയുന്നു. നമുക്ക് കുറേയധികം ഇപ്പോൾ പ്രശ്നമായിട്ട് മാറുന്നത് ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത് ഡ്രഗ്സിൻ്റെ മേഖലയാണ്. രണ്ടാമത്തെ മേഖല എല്ലാവരെയും ബാധിക്കുന്നതും അറ്റ്ലാസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മുറിലുള്ള എല്ലാവരും ഇതിൽ ഡയറക്റ്റ് വിക്ടിമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുവോ ഫ്രണ്ടോ ആരെങ്കിലും ഒരാൾ വിക്ടിമുണ്ട് ഈ സൈബറിൻ്റെ അപരാധങ്ങൾ കൊണ്ടാണ്.
അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കാപ്പ നിയമം ഉൾപ്പെടെ ശക്തമാക്കും. സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷണ വലയത്തിലാക്കുന്ന സംവിധാനം കൂടുതൽ കർശനമാക്കും. നിയമങ്ങൾ ശക്തമാണെങ്കിലും അത് കർശനമായി നടപ്പാക്കുക എന്നതാണ് പ്രാധാന്യമെന്നും റവാഡ ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നു. NDPS ആക്ട് തന്നെ വളരെ കർശനമായിട്ടുള്ള ഒരു ആക്ടാണ്. നമുക്കവിടെ എല്ലാ ഏജൻസീസും DRI ഉണ്ട്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ എല്ലാ ഏജൻസികളും ഒന്നിച്ച് നിങ്ങളുടെ അടുത്ത് ഓരോരോ ആളുടെ അടുത്തും ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട്. ബട്ട് ദേ ആർ ഓൾ ലൈങ് ഇൻ സം സൈലോസ്. അതിന് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു വിൽപ്പന ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് കർശന നടപടിയെടുക്കാനെങ്കിൽ നമുക്ക് കുറേയധികം ഇതിൻ്റെ സപ്ലൈ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പോലീസ് സേനയിൽ താഴെത്തട്ട് മുതൽ ജോലി സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടും. അതേസമയം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്റെ ചുമതലകളെയോ കൃത്യനിർവഹണത്തെയോ ബാധിക്കുന്നില്ല എന്നും പോലീസ് മേധാവി വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട പന്തളത്ത് ജീവൻ പണയം വെച്ചാണ് കാൽനട യാത്രികർ ഒരു പാലം കടക്കുന്നത്. MC റോഡിൽ പന്തളം മണികണ്ഠനാൽത്തറയുടെ സമീപത്തെ പാലത്തിലൂടെ വാഹനത്തിരക്കുള്ള സമയങ്ങളിൽ കാൽനട അസാധ്യമെന്ന് തന്നെ പറയാം. പാലത്തിൽ നടപ്പാത ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. MC റോഡിൽ അച്ചൻകോവിലാറിന് കുറുകെ നിലകൊള്ളുന്ന വലിയ പാലമാണിത്. പേരിൽ മാത്രമേ വലിപ്പമുള്ളൂ. കാൽനടയാത്രികർ ജീവൻ പണയം വെച്ച് വേണം ഇത് മറികടക്കാൻ. പന്തളം നഗരസഭയെയും കുളനട ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണിത്. ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഗതാഗത ക്രമീകരണത്തിനായി അധികാരികൾ ഇവിടെ എത്തുക. വാഹനങ്ങളുടെ ബാഹുല്യം കാരണം കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഒരു റോഡിൽ കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ പരിഗണന എന്നിരിക്കെ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിന്റെ സുരക്ഷ സംബന്ധിച്ചും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. വൈകുന്നേരമായാൽ ഏറെ തിരക്കനുഭവപ്പെടുന്ന പന്തളം പാലത്തിൽ ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. വഴിവിളക്കുകൾ തെളിയാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പന്തളം പാലത്തിൽ കൂടി ദിവസവും ഒരു 3-4 പ്രാവശ്യം സഞ്ചരിക്കുന്ന ആളുകൂടിയാണ്. ഈ പാലത്തിന് ഒരു അത്യാവശ്യം ഇതിനോട് സമമായിട്ട് വേറൊരു പാലം കൂടെ ആവശ്യമാണ്. പന്തളം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുകയോ നിലവിലെ പാലത്തിന് വീതി കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശബരിമല സീസണിൽ കാൽനടയായി എത്തുന്ന തീർത്ഥാടകർക്ക് അതൊരു അനുഗ്രഹമാകുമെന്നും നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇടുക്കിയിൽ റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറഖനനം നടത്തിയവർക്കെതിരെയുള്ള നടപടികൾ വൈകുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ ഏലമല പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുമാണ് പാറ പൊട്ടിച്ച് കടത്തിയത്. ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിലേക്ക് ഇവർ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ളത്. ഇടുക്കിയിൽ വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു കടത്തിയത്. ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ 35/1ൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത്. സംഭവത്തിൽ 2 പാലാ സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി 11,23,700 രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ പാറ പൊട്ടിച്ചു കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ 1 രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയത്. സാധാരണക്കാരനാണെങ്കിൽ അവനെ കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനോ അവന് വീട് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ലൈഫ് ഭവന പദ്ധതിക്ക് പോലും 3 സെന്റിനുള്ളതിന് ഈ CHR മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ, അതുപോലെ റവന്യൂ വകുപ്പുകാർ, അവരാണ് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രദേശങ്ങളിൽ നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട്. ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ചു പോകുകയാണ് ചെയ്തത്. സർക്കാർ ഭൂമിയിലെ പാറ വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ദക്ഷദ്വീപു ഇപ്പോൾ കൂട്ടുകാർക്കിടയിലൊക്കെ ഒരു താരമാണ്. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ ഈ കൊച്ചുമിടുക്കന് നാട്ടിലും നിരവധി അനുമോദനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചു. സംഭവം എന്താണെന്നല്ലേ? ഓർമ്മശക്തിയിലും കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനുമുള്ള കഴിവിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റിയിരിക്കുകയാണ് ഈ 6 വയസ്സുകാരൻ. വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കേണ്ട പ്രായം. പൂക്കളോടും ശലഭങ്ങളോടും കിന്നാരം ചൊല്ലി കാഴ്ചയുടെ കൗതുകം മനസ്സിൽ നിറയ്ക്കുന്ന കൂട്ടത്തിൽ ദക്ഷദ്വീപു പഠിച്ചെടുത്തതാണ് ഇതൊക്കെ.
EMS നമ്പൂരിപ്പാട്, പട്ടം താണുപിള്ള, R ശങ്കർ, CH മേനോൻ, K കരുണാകരൻ, AK ആന്റണി, PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, EK നായനാർ, ഉമ്മൻചാണ്ടി, സച്ചിദാനന്ദൻ, പിണറായി വിജയൻ. കേരളത്തിലെ സംസ്ഥാനങ്ങൾ, മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും പേരുകൾ, ദേശീയ പാർക്കുകൾ, സമുദ്രങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവ കൃത്യമായി പറഞ്ഞാണ് ദക്ഷ്ദീപു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഈ നേട്ടത്തിന്റെ വലിപ്പമൊന്നും ഈ കൊച്ചുമിടുക്കന് കൃത്യമായി അറിയില്ല. പക്ഷെ വീട്ടിലും നാട്ടിലും കൂട്ടുകാർക്കിടയിലും ദക്ഷ്ദീപു ആണ് താരം. പുരസ്കാരങ്ങൾ അഭിമാനത്തോടെ വീട്ടിൽ വരുന്നവരെ കാട്ടിക്കൊടുക്കലാണ് ഏറെ ഇഷ്ടം. ഇതിനൊക്കെ കൂട്ടായി അമ്മ ദീപയും ഒപ്പമുണ്ട്. പാട്ടൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പാടി കേൾപ്പിക്കുമായിരുന്നു. പിന്നെ സ്കൂളിലായപ്പോഴത്തേക്ക് മിസ് ഇങ്ങനെ പറഞ്ഞ് സ്കൂളിൽ ചെന്ന് അവിടെ ഒട്ടിച്ചേക്കുന്നതെല്ലാം പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു തവണ കേട്ടാൽ മതി, എഴുതാൻ മാത്രമേ മടിയുള്ളെന്ന്. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇത് ദിവസം ജില്ലകൾ പഠിപ്പിച്ച് LKG ടൈമിലായിരുന്നു. അപ്പോൾ അവർ 2 ദിവസത്തിനുള്ളപ്പോൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞ് ഏൽപ്പിച്ച്, അമ്മ ഞാൻ ജില്ലകൾ പറയട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ച് നോക്കാടി, പറയൂലെന്ന് അറിയട്ടെന്ന്. അച്ഛൻ ദീപു വിദേശത്താണ്. നാട്ടിലെ വിശേഷങ്ങൾ ഫോണിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ദക്ഷ്ദീപുവിന് പറഞ്ഞാലും തീരില്ല. വീടിനടുത്തുള്ള സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങി. വീടെന്ന അറിവിൽ നിന്നും നാടെന്ന അറിവിൻ്റെ ലോകത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ദക്ഷ്ദീപുവിന് ഇപ്പോൾ ആഗ്രഹങ്ങളും വലുതായി തുടങ്ങിയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ഇന്തോനേഷ്യ, ചൈന. അമൃത ന്യൂസ്, കൊല്ലം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം ജന്മദിനാഘോഷം ധർമ്മശാലയിൽ തുടരുകയാണ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക പൂജയിൽ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബുദ്ധമത വിശ്വാസികൾ ദലൈലാമയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ധർമ്മശാലയിലേക്ക് എത്തുന്നത്. ഇന്നാണ് ജന്മദിനം. നവതി ആഘോഷത്തിലാണ് ടിബറ്റൻ ബുദ്ധമത നേതാവ് ദലൈലാമ. ആരാകും ദലൈലാമയുടെ പിൻഗാമി? 6 പതിറ്റാണ്ട് പിന്നിട്ട ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ പുതിയ അമരക്കാരൻ ആരെന്ന ആകാംക്ഷയിലാണ് ലോകത്തിലെ 50 കോടിയോളം വരുന്ന ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളായ ജനത. 90ാം ജന്മദിനാഘോഷം ധർമ്മശാലയിൽ നടക്കുമ്പോൾ നിരവധി പേരാണ് ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. ദലൈലാമയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ചൈനയും ലാമയും പിൻഗാമിയെ ചൊല്ലി ഒളിയുദ്ധത്തിലാണ്. പുതിയ ലാമയെ തങ്ങൾ നിശ്ചയിക്കുമെന്ന വാശിയിലാണ് ചൈന. പിൻഗാമിയെ 14ാം ദലൈലാമ തന്റെ 90ാം ജന്മദിനമായ ജൂലൈ 6 പ്രഖ്യാപിക്കുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ദലൈലാമ തെരഞ്ഞെടുപ്പിൽ പിടിമുറുക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെ അത് അംഗീകരിക്കില്ലെന്ന് നവതി ആഘോഷത്തിൽ ദലൈലാമ വ്യക്തമാക്കി കഴിഞ്ഞു. 600 വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസം നിലവിലെ ദലൈലാമയോടെ അവസാനിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തി. ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ബ്രസീൽ സ്വീകരിച്ചു. അർജന്റീനയിൽ നിന്നാണ് മോദി ബ്രസീലിലെത്തിയത്. 6 പതിറ്റാണ്ടിനു ശേഷം ബ്രസീൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ സമയം വൈകിട്ട് 7-നാണ് ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ആദ്യ സെഷൻ. ആഗോള സുരക്ഷ, സമാധാനം എന്നതാണ് ഉച്ചകോടിയിലെ ആദ്യ അജണ്ട. നിലവിലെ സംഘർഷങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. ഭീകരവാദത്തെ ശക്തമായി എതിർക്കണമെന്ന് മോദി ആവശ്യപ്പെടും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹൈദരാബാദിൽ അത്യാധുനിക ഇന്റഗ്രേറ്റഡ് ആഭരണ നിർമ്മാണ കേന്ദ്രം തുടങ്ങി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം നിർവഹിച്ചു. രംഗറെഡ്ഡി ജില്ലയിലെ മഹേശ്വരം ജനറൽ പാർക്കിലാണ് 3.45 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ആഭരണ ഡിസൈനിംഗ്, സ്വർണം, ഡയമണ്ട് എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണം, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ, റിഫൈനിംഗ് തുടങ്ങിയവയ്ക്കുള്ള സംവിധാനങ്ങൾ ഹൈദരാബാദിലെ നിർമ്മാണ കേന്ദ്രത്തിലുണ്ട്.
ലോയിഡ് മിനി LED ടിവിയുടെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ച് മൈജിയിൽ നടന്നു. മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, ലോയിഡ് ജനറൽ മാനേജർ പ്രിയേഷ് കുമാർ, ഹാനി ഷാജി, മൈജി കൺസ്യൂമർ ഇലക്ട്രോണിക് സെയിൽസ് ജനറൽ മാനേജർ സുധീർ CS, മൈജി സെയിൽസ് ആൻഡ് സർവീസ് ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത്, മൈജി പ്രൊഡക്റ്റ് പർച്ചേസ് ഹെഡ് CEO റനിത് M, മൈജി അസിസ്റ്റന്റ് പ്രൊഡക്റ്റ് പർച്ചേസ് മാനേജർ ബോബിഷ് M, ലോയിഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സന്തോഷ്, ലോയിഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. അവസാന ദിനമായ ഇന്ന് വിജയപ്രതീക്ഷയിലാണ് ഇന്ത്യ. 536 റൺസിന്റെ ലീഡ് ഇന്ത്യക്കുണ്ട്. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 72 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.